ഇവിടെ പറയുന്ന പല അന്വേഷണ കഥകളും നിങ്ങൾ മുന്നേ കേട്ട് മറന്നിട്ടുള്ളതായിരിക്കും. പക്ഷേ ഇവിടെ സംസാരിക്കുന്നത് ആ കേസുകളൊക്കെ തെളിയിച്ച അന്വേഷണ വഴികളെ കുറിച്ചാണ്. ഓരോ ക്രൈം സീനിലും കുറ്റവാളികൾ ഉപേക്ഷിക്കുന്ന തെളിവുകൾ, അത് ദൈവത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ദ ക്രൈം ടെല്ലറിലേക്ക് സ്വാഗതം. ഒരു കഷ്ണം പേപ്പറിൽ നിന്നും പ്രമാദമായൊരു കേസ് തെളിയിച്ച ചരിത്രമുണ്ട് കേരള പോലീസിന്. ഏറ്റുമാനൂർ ക്ഷേത്ര മോഷണ കേസ്. മോഷ്ടാക്കളെ തേടി പോലീസ് കേരളത്തിനകത്തും പുറത്തും പാഞ്ഞു. അവസാനം 8ാം ക്ലാസ്സുകാരിയുടെ പേരെഴുതിയ പേപ്പർ കഷ്ണത്തിൽ നിന്നും ആ കേസ് തെളിയിച്ചു. 45 വർഷം മുമ്പ് EK നയനാർ മുഖ്യമന്ത്രിയായി ഇടത് സർക്കാർ കേരളം ഭരിക്കുന്ന കാലമാണ്. 1981 മെയ് 24-നാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മോഷണം നടക്കുന്നത്. തിരുവനന്തപുരം പാറശാല സ്വദേശിയായ സ്റ്റീഫൻ ആയിരുന്നു മോഷ്ടാവ്. സ്റ്റീഫനാണ് മോഷണം നടത്തിയതെന്ന് കണ്ടെത്താൻ പോലീസ് നന്നായി ഒന്ന് ഉയർത്തു. ആ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പതിവ് പോലെ വെളുപ്പിന് 3 മണിക്ക് ക്ഷേത്രത്തിലെത്തിയ സുരക്ഷാ ജീവനക്കാരൻ കൃഷ്ണൻകുട്ടി അമ്പലത്തിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ കാണുന്നത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. ശ്രീകോവിൽ നട തുറന്നു കിടക്കുന്നു. പരിഭ്രാന്തനായ അയാൾ ദേവസ്വം മാനേജർ V. നാരായണപിള്ളയെ വിവരം അറിയിച്ചു. അപ്പോഴേക്കും മേൽശാന്തി അവിടെ എത്തി. ശ്രീകോവിലിനുള്ളിലെ മൂലവിഗ്രഹം കാണാനില്ല. പ്രഭയിലെ ലക്ഷ്മി രൂപവും കാണുന്നില്ല. അകത്തെ അഴിവാതിൽ തുറന്നു കിടക്കുന്നു. താമസിയാതെ ഈ വിവരം പുറംലോകം അറിഞ്ഞു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള വിഗ്രഹം മോഷണം പോയിരിക്കുന്നു. അറിഞ്ഞവർ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം. ശ്രീകോവിലിനുള്ളിൽ ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് സമീപം സ്വർണത്തിൽ നിർമ്മിച്ച ആണി കൊണ്ടുള്ള വിഗ്രഹത്തിന് 4 കിലോ 640 ഗ്രാം ഭാരമുണ്ടായിരുന്നു. വെള്ളിപ്പീഠത്തോടൊപ്പമാണ് വിഗ്രഹം മോഷണം പോയിരിക്കുന്നത്. ശിവലിംഗം ആവരണം ചെയ്യുന്ന അടിവശത്തായി ഒരറ്റത്തുള്ള ലക്ഷ്മി രൂപത്തിന്റെ ഒരു കൈയിലുള്ള താമരമൊട്ടും മോഷ്ടാവ് ഒടിച്ചെടുത്തിരിക്കുന്നു. മൊത്ത വില കണക്കിലെടുത്താൽ അന്ന് നടന്നത് ഏതാണ്ട് 10 ലക്ഷത്തിൽ പല രൂപയുടെ മോഷണമാണ്. സ്വർണ്ണ അങ്കിയോ പഞ്ചലോക വിഗ്രഹമോ മോഷണം പോയിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള മറ്റൊട്ടേറെ സാധനങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവയൊന്നും തന്നെ മോഷണം പോയില്ലെന്നതും അന്നത്തെ ശ്രദ്ധേയമായൊരു കാര്യമായിരുന്നു. 3 വാതിലുകളാണ് ശ്രീകോവിലിനുള്ളത്. ശ്രീകോവിലിനുള്ളിൽ നിന്നും പുറത്തേക്കുള്ള വാതിലിന്റെ പൂട്ട് തുറന്നല്ല മോഷണം നടന്നതെന്ന് പോലീസ് ഉറപ്പിച്ചു. പാര കൊണ്ട് വാതിൽ കൊട്ടിയടയ്ക്കുന്ന വലിയ സാക്ഷ വളച്ച് കമ്പി അഴി വാതിലിലെ പൂട്ട് പൊളിച്ചെടുത്താണ് മോഷ്ടാവ് ഉള്ളിൽ കയറിയത്. മോഷണം നടന്നത് ശനിയാഴ്ച രാത്രി 8 മണിക്ക് ശേഷം. ചുറ്റമ്പലത്തിന്റെ 3 വശത്തു നിന്നുള്ള വാതിലുകൾ പൂട്ടി വാച്ചർ കൃഷ്ണൻകുട്ടി താക്കോൽ കയ്യിൽ സൂക്ഷിക്കുന്നു. 3 ദേവസ്വം ബോർഡ് ഗാർഡുകളും 4 വാച്ചർമാരും രാത്രി കാവലുള്ള അമ്പലത്തിൽ മോഷ്ടാക്കൾ എങ്ങനെ കയറി എന്നതായിരുന്നു അത്ഭുതം. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പൂട്ട് പൊളിക്കാൻ ഉപയോഗിച്ച കമ്പിപ്പാര അമ്പലക്കുളത്തിൽ നിന്ന് കണ്ടെത്തി. പോലീസ് നായ പൂജാരികൾ കുളിക്കുന്ന വാലാംകുളത്തിലേക്കാണ് പോയത്. പിന്നീട് പോലീസ് നായ തെക്കേ ഗോപുരവാതിലൂടെ കിഴക്കേ നടയിലെത്തി. വീണ്ടും പുറത്തിറങ്ങിയ നായ പോയത് ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിലേക്ക്. ബസ് സ്റ്റാൻഡിൽ നിന്നും തിരികെ ക്ഷേത്രത്തിലേക്ക്. സമീപത്തിലുള്ള ചായക്കടയിലും നായ കയറി ഇറങ്ങുന്നുണ്ട്. മോഷ്ടാവ് നട അടയ്ക്കുന്നതിന് മുന്നേ തന്നെ ഉള്ളിൽ കയറിയിരിക്കണമെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് എത്തിയത്. മോഷണത്തിന് ശേഷം ഇവർ എങ്ങനെ രക്ഷപ്പെട്ടു എന്നത് ദുരൂഹമായി തുടർന്നു. അമ്പലത്തിലെ ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്യുന്നു. അമ്പലക്കുളം വറ്റിച്ചു. സഹായകരമായ ഒരു വിവരവും ലഭിക്കുന്നില്ല. ഈ അന്വേഷണ കഥയിലെ ദൈവത്തിന്റെ അടയാളപ്പെടുത്തൽ വരുന്നത് ഇവിടെയാണ്. സ്റ്റീഫന്റെ മോഷണത്തിന് മുന്നേ തന്നെ ആ തെളിവ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കഥ ഇനി നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം പാറശാലയിലെ ചെല്ലക്കണ്ണന്റെ മക്കൾ രമണിയും ഗിരിജയും വീട്ടിൽ മണ്ണെണ്ണ വാങ്ങാനായി പാഠപുസ്തകങ്ങൾ അടുത്തുള്ള കൊച്ചുകുഞ്ഞൻ നാടാരുടെ കടയിൽ കൊണ്ടുപോയി വിറ്റു. പുസ്തകം വിറ്റപ്പോൾ കിട്ടിയത് 60 പൈസ. പോലീസ് ഈ പേപ്പർ കഷ്ണവുമായി പാറശാലയിലേക്ക് വരുന്നു. ആ പേപ്പർ കഷ്ണം പോലീസ് രമണിയെ കാണിച്ചു. പേരും പഠിക്കുന്ന ക്ലാസ്സുമെല്ലാം എഴുതിയ കടലാസ് രമണിയുടെ പരീക്ഷാ പേപ്പർ ആയിരുന്നു. മണ്ണെണ്ണ വാങ്ങാൻ വിറ്റതാണെന്ന് പറഞ്ഞപ്പോൾ പോലീസ് അവരെ സ്റ്റേഷനിൽ നിന്നും വിട്ടയക്കുന്നു. സർക്കാരിനും പോലീസിനുമെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം എവിടെ പോയതെന്നറിയാതെ നിക്കക്കള്ളിയില്ലാതെ നിന്ന പോലീസിന് ക്ഷേത്രക്കുളത്തിന് സമീപത്ത് നിന്നും ഒരു പേപ്പർ കഷ്ണം കിട്ടി. പേപ്പറിൽ വന്ന ആകൃതിയാണ് പോലീസ് ശ്രദ്ധിക്കാൻ കാരണമായത്. ക്ഷേത്രത്തിന്റെ വാതിൽ തകർക്കാൻ ഉപയോഗിച്ച പാര പൊതിഞ്ഞ പേപ്പർ ആയിരുന്നു അത്. പാറശാലയിലെ 8ാം ക്ലാസ്സുകാരി രമണിയുടെ വിലാസമടങ്ങിയ വിവരങ്ങൾ പേപ്പറിൽ ഉണ്ടായിരുന്നു. അങ്ങനെ രമണി പുസ്തകങ്ങൾ വിറ്റ ഇരുമ്പുകടയുടെ ഉടമസ്ഥനായ കൊച്ചുകുഞ്ഞൻ നാടാരെ പോലീസ് ചോദ്യം ചെയ്തു.
2 ദിവസം മുമ്പ് 2 പേർ ഇവിടെ വന്ന് ഒരു പാര വാങ്ങിയതായി കൊച്ചുകുഞ്ഞൻ നാടാര് മൊഴി നൽകി. ഇത് അന്വേഷണത്തിന് മറ്റൊരു വഴിത്തിരിവായി. അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് പാറശാലയ്ക്കടുത്ത് ഓലത്താന്നിയിൽ അടുത്തിടെ നടന്ന ഒരു കൊലപാതക കേസിലെ പ്രതികൾ അറസ്റ്റിലാകുന്നത്. ധനുവച്ചപുരം കോളേജിലെ മാഗസിൻ എഡിറ്ററും KSU പ്രവർത്തകനുമായിരുന്ന ദിലീപ് കുമാർ, സുരേഷ് കുമാർ, സ്റ്റീഫൻ എന്നിവരായിരുന്നു പ്രതികൾ. ഓലത്താന്നിയിലെ ഒരു വീട്ടിൽ നിന്നും ആഭരണങ്ങളും മറ്റും മോഷ്ടിച്ച ശേഷം തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി വേലക്കാരൻ രവീന്ദ്രനെ അതിക്രൂരമായി കൊല്ലുന്നു. രവീന്ദ്രനും മോഷണ സംഘത്തിലുണ്ടായിരുന്നു. ഇതിലെ സ്റ്റീഫന് ചില പ്രത്യേകതകൾ ഉള്ളതായി പോലീസിന് മനസ്സിലായി. നേരത്തെ തന്നെ പല കേസുകളിലും പ്രതിയാണ് ഈ പറഞ്ഞ സ്റ്റീഫൻ. അടുത്തിടെ ഒരു മോഷണത്തിന് ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയിട്ടേ ഉള്ളൂ. പോലീസ് നിരന്തരം ചോദ്യം ചെയ്യപ്പോൾ സ്റ്റീഫൻ സത്യങ്ങൾ വെളിപ്പെടുത്തി. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷ്ടിച്ചു. അത് വീടിനോട് ചേർന്ന കൃഷിയിടത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. പാറശാല പോലീസ് ഏറ്റുമാനൂർ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തെ ഈ കാര്യം അറിയിക്കുന്നു. പിന്നാലെ ഹരിപ്പാട്, മാന്നാറ്, പരശുവയ്ക്കൽ ക്ഷേത്രങ്ങളിലെ മോഷണ വിവരവും പുറത്തു വരുന്നു. ഏറ്റുമാനൂരിലെ വിഗ്രഹം പോലീസ് സ്റ്റീഫന്റെ വീടിനടുത്ത് നിന്ന് പിന്നീട് കണ്ടെടുത്തിട്ടുണ്ട്. തങ്ക വിഗ്രഹത്തിന്റെ 90 പവൻ വരുന്ന പ്രഭ കൊട്ടാരക്കരയിലെ ഒരു ജ്വല്ലറിയിൽ നിന്നും പോലീസിന് ലഭിച്ചു. കമ്പിപ്പാര ഉപയോഗിച്ച് ക്ഷേത്രത്തിലെ വിഗ്രഹം ഇളക്കിയാൽ വലിയ ശബ്ദമുണ്ടാകും. ഇവിടെയാണ് സ്റ്റീഫന്റെ അതിബുദ്ധി പ്രവർത്തിക്കുന്നത്. ഈ ശബ്ദം പുറത്തു വരാതിരിക്കാൻ സ്റ്റീഫൻ പ്രയോഗിച്ച ബുദ്ധി അന്ന് മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയതാണ്. ഓരോ മണിക്കൂറും ക്ഷേത്രത്തിൽ മണിയടിക്കും. ഈ മണിയടി കേൾക്കാനായി സ്റ്റീഫൻ കാത്തിരുന്നു. 2 തവണ മണിയടിക്കുമ്പോൾ 2 തവണ 2 മണിയടിക്കും. ആ സമയത്ത് കമ്പിപ്പാര കൊണ്ട് 2 തവണ വിഗ്രഹത്തിൽ ആഞ്ഞടിക്കും. 3 മണിയടിക്കുമ്പോൾ 3 പ്രാവശ്യം വിഗ്രഹത്തിൽ ആഞ്ഞടിക്കും. അങ്ങനെ മണിക്കൂറുകൾ കാത്തിരുന്നാണ് സ്റ്റീഫൻ വിഗ്രഹം ഇളക്കിയെടുത്തത്. 23 വയസ്സുകാരനായ സ്റ്റീഫൻ സ്വന്തമായൊരു കാറ് വാങ്ങാനാണ് മോഷണം നടത്തിയത്. 7ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള സ്റ്റീഫന് മോഷണം ഒരു ഹരമായിരുന്നു. റേഡിയോയും സൈക്കിളും സ്ത്രീകളുടെ മാല ഉൾപ്പെടെ മോഷണം നടത്തി. ആരോഗ്യം കാത്തുസൂക്ഷിക്കാൻ ശ്രദ്ധിച്ചിരുന്ന സ്റ്റീഫൻ പാറശാല ജിംനേഷ്യത്തിലെ അംഗമായിരുന്നു. കളരിപ്പയറ്റും അഭ്യസിച്ചിരുന്നു. മോഷണം നടക്കുന്നതിന് മുന്നേ 3 വർഷം മുമ്പ് സ്റ്റീഫൻ ഡ്രൈവിംഗ് ലൈസൻസ് നേടി. ഒറ്റയ്ക്കാണ് സ്റ്റീഫൻ ഏറ്റുമാനൂരിലെത്തുന്നത്. ലക്ഷ്യം സ്വർണ്ണ വിഗ്രഹമല്ലായിരുന്നു, സ്വർണത്തിൽ നിർമ്മിച്ച 7.5 പൊന്നാന. 7.5 പൊന്നാനയെ കുറിച്ചുള്ള പത്ര റിപ്പോർട്ടുകളാണ് സ്റ്റീഫനെ ഏറ്റുമാനൂരിലേക്ക് എത്തിച്ചത്. മോഷണത്തിന്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സ്റ്റീഫൻ ഒരു ദിവസം ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വന്നുപോയി. മോഷണം നടത്തിയ ദിവസം രാത്രിയോടെ സ്റ്റീഫൻ ക്ഷേത്ര പരിസരത്തെത്തുന്നു. വിളക്കുമാടത്തിന് സമീപമുള്ള പോസ്റ്റ് വഴി അമ്പലത്തിന്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ കയറി. ശേഷം അമ്പലത്തിനകത്ത് ശ്രീകോവിലിനകത്ത് ചാടിക്കയറി. ശ്രീകോവിലിന്റെ കതക് തള്ളി തുറന്ന് അകത്തു കയറി ഇരുമ്പുവാതിലിന്റെ പൂട്ട് തകർത്ത് അകത്തെ വാതിൽ തുറന്ന് വിഗ്രഹത്തിനടുത്തെത്തുന്നു. പ്രഭാവലയത്തിലെ ഒരു ലക്ഷ്മി രൂപം പാര കൊണ്ട് തട്ടിയിളക്കി. സ്വർണ്ണത്താമര പൊട്ട് ഒടിച്ചെടുത്തു. മൂലവിഗ്രഹവും കയ്യിലുണ്ടായിരുന്ന ചാക്കിലാക്കി. അമ്പലത്തിന്റെ മേൽക്കൂര വഴി തന്നെ പുറത്തേക്ക് കടന്നു. അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ വിഗ്രഹം ഒളിപ്പിക്കുന്നു. താമരമൊട്ടും ഒരു ലക്ഷ്മി രൂപവും കൊട്ടാരക്കരയിലെ ഒരു ജ്വല്ലറിയിൽ കൈമാറി. പ്രധാന വിഗ്രഹം പീഠത്തിൽ നിന്നും അറുത്തുമാറ്റാനായി കുറ്റിക്കാട്ടിൽ തന്നെ സൂക്ഷിച്ചു. അടുത്ത ദിവസം വീണ്ടും സ്റ്റീഫൻ ക്ഷേത്രത്തിന് സമീപമുള്ള കുറ്റിക്കാട്ടിലെത്തി. പീഠം അറുത്തുമാറ്റി. ലക്ഷ്മി വിഗ്രഹം ചെറുതായിരുന്നു. ഇത് അരയിൽ കെട്ടി സ്റ്റീഫൻ സ്ഥലം വിട്ടു. ഈ സമയങ്ങളിലെല്ലാം ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ പോലീസിന്റെയും ഭക്തജനങ്ങളുടെയും തിരക്കായിരുന്നു. പോലീസ് നായയും മണത്തു നടക്കുകയായിരുന്നു. ആരും സ്റ്റീഫനെ തിരിച്ചറിഞ്ഞില്ല. വിഗ്രഹവുമായി പാറശാല വീട്ടിലെത്തിയ സ്റ്റീഫൻ സ്വന്തം അച്ഛന്റെ ഉപദേശപ്രകാരമാണ് വിഗ്രഹം കുഴിച്ചിടുന്നത്. കുറ്റമേറ്റുവന്ന സ്റ്റീഫന് 6 വർഷം കഠിന തടവ് ലഭിച്ചു. പിന്നീട് അയാൾ മാനസാന്തരപ്പെട്ട് സുവിശേഷ മാർഗത്തിലേക്ക് തിരിഞ്ഞ് പാസ്റ്ററൊക്കെയായി. ഇപ്പോൾ കണ്ണൂരുണ്ടെന്നൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞു. വലിയ ആഘോഷമായാണ് വിഗ്രഹം തലസ്ഥാന നഗരിയിൽ നിന്നും ഏറ്റുമാനൂരിലേക്ക് കൊണ്ടുവന്നത്. 45 വർഷങ്ങൾക്കിപ്പുറം സ്റ്റീഫൻ ഒറ്റയ്ക്കാണോ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ മോഷണം നടത്തിയെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. അതൊരു ദുരൂഹതയായി തന്നെ നിലവിൽ തുടരുന്നുണ്ട്.